ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയറിൻ്റെ ആ ഒരു ഡാമേജും കാര്യങ്ങളൊക്കെ നല്ലോണം റിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ് കേട്ടോ നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ ഫ്രിസി ആൻഡ് ഡ്രൈ ആയിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഡാമേജ് ആയിട്ടുള്ള ആ ഒരു ഹെയറിനെ നമുക്ക് നന്നായിട്ട് നറിഷ് ചെയ്യാനും ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കും. അപ്പോൾ വീക്കിലി നമ്മൾ വൺസ് അല്ലെങ്കിൽ 2 ടൈമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് റിസൾട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഡൈ ആയിട്ടുള്ള അല്ലെങ്കിൽ DIY ആയിട്ടുള്ള നമ്മുടെ ഹെയർ മാസ്ക് പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ഈ ഒരു DIY മാസ്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് വേണ്ടത് അലോവേര ജെല്ലാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള അലോവേര ജെല്ലോ അല്ലെങ്കിൽ നമുക്ക് നാച്ചുറലി വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള അലോവേര ജെല്ലോ യൂസ് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കണ്ടീഷണറാണ് കേട്ടോ. അപ്പോൾ നീഡഡ് ക്വാണ്ടിറ്റി കണ്ടീഷണർ ഇതേപോലെ ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതായത് കോഫി പൗഡറാണ്. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഫൈൻ ആയിട്ടുള്ള കോഫി പൗഡർ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സാഷെ പാക്കിലെ ബ്രൂവിൻ്റെ അത് തന്നെ ധാരാളം കേട്ടോ. അതൊക്കെ യൂസ് ചെയ്താലും മതി. ജസ്റ്റ് 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ നമ്മളിവിടെ ചേർക്കുന്നുള്ളൂ. കോഫി പൗഡർ, അതേപോലെ തന്നെ നമ്മുടെ അലോവേര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മുടെ കണ്ടീഷണർ. ഇത് മൂന്നും കൂടെ നല്ലോണം മിക്സിറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ നന്നായിട്ട് ശരിക്കും മിക്സിറ്റ് ചെയ്ത് കഴിയുമ്പം ആ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ട് എന്താ പറയുക സോൾവ് ആയി കിട്ടുന്ന ആ ഒരു പരുവമുണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നല്ലോണം തന്നെ മിക്സിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് വേണ്ട ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ ഒരു നമ്മുടെ മാസ്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മാസ്കിൻ്റെ കൺസിസ്റ്റൻസി പ്രോപ്പറായിട്ട് കിട്ടുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. ഏറെക്കുറെ മിക്സിറ്റ് ചെയ്ത് നമുക്ക് വേണ്ട ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ രീതിക്കാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ജസ്റ്റ് 3 ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്താൽ പോലും നമ്മുടെ ഹെയറിന് സീറോ സൈഡ് എഫക്ട്സും അതേപോലെ തന്നെ ബെനിഫിറ്റ് മാത്രം കിട്ടുന്ന വീട്ടിൽ തന്നെ അധിക ചിലവില്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു DIY പാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീക്കിലി നമുക്ക് 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം ചെയ്താൽ തന്നെ അമേസിങ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു പാക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫസ്റ്റ് യൂസിൽ തന്നെ ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടും. അതാണ് കേട്ടോ. അപ്പോൾ ദെൻ നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നല്ലോണം ഒന്ന് സ്പ്രേറ്റൊക്കെ ചെയ്തതിന് ശേഷം മുടിക്ക് കുറച്ചൊരു മോയ്സ്റ്റ് ലെവൽ കൊടുക്കുക. അതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ തലയിൽ ഫുള്ളി ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് ജെൻറ്റിലി ഒന്ന് സർക്കുലർ മോഷനിൽ നമ്മുടെ തല ഒന്ന് നന്നായിട്ട് മസാജ് ഓവറും കൂടെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മുടെ മുടിയിൽ ഇതേപോലെ എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എൻ്റെ മുടി അത്യാവശ്യം ലോങ് ഹെയർ ആയതുകൊണ്ട് തന്നെ പണിപ്പെട്ട പണിയാണ് കേട്ടോ. ഇതേപോലെ DIY മാസ്കോ വാട്ടെവർ ഇറ്റ് ഈസ് എന്ത് ഹെയർ പാക്ക് അപ്ലൈ ചെയ്താലും കുറേ ലോങ് മുടി ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. നല്ലോണം നമ്മുടെ മുടിയിൽ ഫുള്ളി കവേർഡ് ആവുന്ന രീതിക്ക് മാസ്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം ഞാൻ നെക്സ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് വാട്ടർ ഒന്ന് സ്പ്രേ ഓവർ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെടുത്തിട്ട് ഒന്നൊന്ന് നനച്ചു കൊടുത്തിട്ട് നമ്മൾ ജെൻറ്റലി മസാജ് ഓവർ ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞാൻ തലയൊന്ന് മസാജ് ഓവറൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണ് മുടി എന്താ ചെയ്യുന്നത് വെച്ചാൽ നോർമലി നമ്മൾ ചുറ്റി കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു 20 അല്ലെങ്കിൽ 25 മിനിറ്റ് നമ്മൾ ലീവ് ഇറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ ഉള്ളൂ നമ്മുടെ മുടി വാഷ് ഓഫ് ചെയ്ത് കളയാൻ പാടുള്ളൂ. വാഷ് ഓഫ് ചെയ്ത് കളയല്ല, മുടി നമ്മൾ വാഷ് ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. കുറച്ച് നേരം വെക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു മാസ്ക് ഇട്ടാലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇൻസ്റ്റൻറ്റ് കൂളിംഗ് എഫക്റ്റ് നന്നായിട്ട് നമ്മൾക്ക് ആ ഒരു സ്കാൽപ്പിനൊക്കെ നല്ലൊരു കൂളിംഗ് ഫീൽ ചെയ്യും. ആ ഒരു ഡ്രൈനെസ്, അതേപോലെ തന്നെ മുടിയുടെ ഫ്രിസിനെസ്, ആ ഒരു ഹെയർ ഫോളിക്കിൾസിനൊക്കെ ഡാമേജസ് ഒക്കെ ഉണ്ടാകുന്ന ആ ഒരു കാര്യങ്ങളും സ്പ്ലിറ്റനിങ് ഒക്കെ നമുക്ക് നന്നായിട്ട് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വരൾച്ച നന്നായിട്ട് ഇല്ലാണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇതേപോലെ നമ്മുടെ മുടി ചുറ്റിക്കെട്ടി നമ്മൾ കുറച്ച് നേരം ലീവ് ഇറ്റ് ചെയ്യുക. നന്നായിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു ടൈം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 25 അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് 30 മിനിറ്റ്സ് ഒക്കെ എടുക്കാം. 20 to 25 ഒക്കെ മതിയാകും കേട്ടോ. അതിനുശേഷം നോർമൽ പ്ലെയിൻ വാട്ടറിൽ തല നന്നായിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയുക. ശരിക്കും നിങ്ങൾക്ക് ആ ഒരു വാഷ് ഓഫ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഹൈഡ്രേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും കേട്ടോ. അങ്ങനെ ഫൈനലി ഞാൻ മുടി വാഷ് ഓഫ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മുടി ഈ ഒരു രീതിക്കാണ് വാഷ് ഓഫ് ഒക്കെ ചെയ്ത് വന്നപ്പം നല്ല ഇൻസ്റ്റൻറ്റ് കൂളിംഗ്, ആ ഒരു ഫ്രഷ്നെസ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് സ്മൂത്തനിങ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് വാഷ് ഓഫ് ചെയ്ത് വന്ന ഉടനെ. ഇനി ബാക്കി കാര്യങ്ങൾ നമ്മുടെ മുടി ഡ്രൈ ആകുമ്പോഴേ ഉള്ളൂ ആ ഒരു സ്മൂത്ത്നെസ്സും ആ ഒരു എന്താ പറയുക സ്ട്രൈറ്റൻ ആയിട്ട് കിടക്കുന്ന ആ ഒരു ഫീലൊക്കെ നമുക്ക് എക്സാക്ട്ലി കിട്ടുള്ളൂ. ഇപ്പം നനഞ്ഞ മുടിയിൽ നമുക്ക് അത്രയും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ മുടി ഉണങ്ങിക്കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയ ആ ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് മുടി ഉണക്കുന്നതെന്നുള്ള ആ ഒരു കാര്യങ്ങളാണ് ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഫൈനലി എൻ്റെ മുടി അത്യാവശ്യം നല്ല രീതിക്ക് ഡ്രൈ ആയി വന്നിട്ടുള്ള സ്റ്റേജാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതേപോലെ ഒന്ന് കോംബ് ചെയ്ത് കൊടുത്തു. ഭയങ്കര സ്മൂത്തായിട്ട്
നമുക്ക് ഫീൽ ആവുന്നുണ്ട് കേട്ടോ. ആ ഒരു മുടിയിൽ തൊട്ട് നോക്കുമ്പോൾ തന്നെ ടെക്സ്ചറിൽ തന്നെ നല്ല ചേഞ്ചസ് അനുഭവപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ നേരത്തെ നമുക്ക് അപ്ലൈ ചെയ്യുന്ന ആ ഒരു ടൈമിലും ഒരു കൂളിംഗ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് നമ്മുടെ തലയിൽ അനുഭവപ്പെട്ടിരുന്നു. ആഫ്റ്റർ ഡ്രൈ ആകുന്ന ആ ഒരു സ്റ്റേജിൽ നമുക്ക് നല്ലൊരു എന്താ പറയുക, ഒരു റിഫ്രഷ് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു DIY പാക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഷുവറായിട്ട് നിങ്ങൾക്ക് റിസൾട്ടും കിട്ടും. ഇഷ്ടപ്പെടുന്ന ഒരു പാക്ക് കൂടിയാണ്. സോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ. താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ.